ഗ്ലോബൽ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള വീക്ക്നെസ് നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും മിക്സഡ് റെസ്പോൺസ് ആണ് നൽകിയത്. നാസ്ഡാക്ക് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലും S&P 0.25% ഹയർ സൈഡിലും ക്ലോസിംഗ് നൽകിയപ്പോൾ ഡോ ജോൺസ് 0.19% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സും CACയും കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഫട്സെ 0.17% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ജപ്പാന്റെ ഇൻഡെക്സായ നിക്കി 225 0.52% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തൈവാൻ ഇൻഡെക്സ് 1.95%, ഹോങ്കോങ് ഇൻഡെക്സ് 2.79% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം ഉണ്ടായിട്ടും നിഫ്റ്റി മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും 0.18% ഇടിഞ്ഞ് 23,516 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം 2024 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ബൈയിങ് ആണ് കഴിഞ്ഞ ദിവസം നടന്നത്. 7,908 കോടിയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ബൈയിങ് സൈഡിലായിരുന്നു. ബുധനാഴ്ച 7,107 കോടിയുടെ ബൈയിങ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോ എഡ്ജിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ആൾചെക്ക് ഡീൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ന്യൂ ഇൻകം ഇൻ്റർനെറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇൻഫോ എഡ്ജ് 1 കോടി രൂപയുടെ നിക്ഷേപത്തിന് തയ്യാറായിട്ടുണ്ട്. ന്യൂ ഇൻകം ഇൻ്റർനെറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഡാറ്റ പ്രോസസ്സിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സഫയർ ഫുഡ്. 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി 250 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ സെക്കൻഡ് ട്രഞ്ച് ലഭിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ട്രഞ്ചാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 2,685 കോടി രൂപയുടെ പ്രോജക്റ്റാണിത്. മറ്റൊരു അപ്ഡേറ്റ് KEI ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും KEI ഇൻഡസ്ട്രീസ് 5% ഇടിഞ്ഞിരുന്നു. KEI ഇൻഡസ്ട്രീസിൻ്റെ രാഖോലി, ചിഞ്ച്പാട തുടങ്ങിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിൽ നടക്കുന്ന ലേബർ സ്ട്രൈക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിയുന്നത്. ഈ ലേബർ സ്ട്രൈക്ക് കമ്പനിയുടെ മറ്റുള്ള പ്ലാന്റുകളിലേക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന അപ്ഡേറ്റാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗോകുൽദാസ് എക്സ്പെർട്ട് എന്ന കമ്പനി BRFL ടെക്സ്റ്റൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഓപ്ഷണൽ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഫസ്റ്റ് ട്രഞ്ചിൽ 50 കോടിയുടെയും സെക്കൻഡ് ട്രഞ്ചിൽ 300 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോകുൽദാസ് എക്സ്പെർട്ട് എന്ന കമ്പനി BRFL ടെക്സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നടത്തുന്നത്. അവന്യൂ സൂപ്പർമാർട്ട് തമിഴ്നാട്ടിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 369 ഉയർത്തിയിട്ടുണ്ട്. പോളിടെക്സ് ഇന്ത്യ എന്ന കമ്പനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോളിടെക്സ് ഇന്ത്യയുടെ NBFC ലൈസൻസ് ക്യാൻസൽ ചെയ്തു. ബ്രിഗേഡ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 3ാമത്തെ ടവർ കൊച്ചിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. 150 കോടി രൂപയുടെ പ്രോജക്റ്റാണിത്. PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ബ്ലോക്ക് ഡീൽ പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ഏഷ്യ ഓപ്പർച്യൂണിറ്റീസ്, ജനറൽ അറ്റ്ലാന്റിക് തുടങ്ങിയ കമ്പനികൾ PNB ഹൗസ് ഹോൾഡിങ്ങിലുള്ള 4.2% സ്റ്റേക്കുകൾ 830 കോടി രൂപയ്ക്ക് സെൽ ചെയ്യും. ഇവിടെ 8% ഡിസ്കൗണ്ടിൽ 773 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് നടത്തുക. സോം ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രിവറീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ട കൺസേൺ ഉയർന്നതിനെ തുടർന്ന് സോം ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രിവറീസ് എന്ന കമ്പനിയുടെ ലൈസൻസ് മധ്യപ്രദേശ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ GPS റിന്യൂവബിൾ എന്ന കമ്പനിയുമായി ചേർന്ന് സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു. എമിക്കോ എൽക്കോൺ എന്ന കമ്പനിക്ക് കോൾ മൈനിങ് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 33 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കെംബ്ലാസ്റ്റ് സ്കാനർ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂൺ 24 വിളിപ്പിച്ചു. ഇനി പ്രൊമോട്ടേഴ്സ് ഓഫ്ലോഡ് ചെയ്ത ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ജിൻഡാൽ സ്റ്റെയിൻലെസ്സിൽ പ്രൊമോട്ടർ ഏകദേശം 15,000 ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തു. KNR കൺസ്ട്രക്ഷൻസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 60 ലക്ഷം ഷെയറുകളാണ് ജൂൺ 18 ഓഫ്ലോഡ് ചെയ്തത്. ആംബർ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ 1.5 ലക്ഷം ഷെയറുകൾ ജൂൺ 18 ഓഫ്ലോഡ് ചെയ്തു. അതേസമയം റെഡ് ടേപ്പിൻ്റെ പ്രൊമോട്ടർ 32,500 ഷെയറുകൾ കഴിഞ്ഞ ദിവസം ബൈ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്